ഹായ് ഗായ്സ്, ഞങ്ങളൊന്ന് വണ്ടർല വരെ പോവാം കേട്ടോ. വീടിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. ഞാനിപ്പം 5ാമത്തെ വട്ടമാണ് പോണത്. ആദ്യം 2ാമത്തെ വട്ടം മനോജേട്ടൻ വീടിന് തൊട്ടടുത്ത് കിടന്നിട്ട് ആദ്യത്തെ വട്ടമായിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എൻട്രി ഒക്കെ കിട്ടി. ഞങ്ങളിത് അപ്പനും പപ്പനും കണ്ട് കുറേ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പക്ഷേ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് അറിയില്ല കേട്ടോ. കാരണം ആദ്യം അതുവിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് വെള്ളത്തിലൊക്കെ നനഞ്ഞ ആ ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം കയറിയ റൈഡ് ഇതാട്ടോ, 360ലാണ് ഞങ്ങൾ ആദ്യം കയറിയത്. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ നമ്മുടെ ബാഗ് ഉണ്ടല്ലോ, വെള്ളം നനയാതിരിക്കാനുള്ള മൊബൈൽ, അത് മേടിക്കാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ കൊണ്ട് ഫോൺ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ റൈഡ്സിലൊന്നും കയറിയത് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. ഈ സംഭവം എന്താണെങ്കിലും കിടുക കേട്ടോ. എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയണ പോലെ ഇതിലൊക്കെ കയറി നോക്കണം. തലയും കുത്തിയും മറച്ചും തിരിച്ചൊക്കെ നിൽക്കാം. ഞാൻ ഇതിക്ക് മുമ്പ് കയറിയിട്ടുള്ള റൈഡ്സിലൊന്നും ഞാൻ ഈ പ്രാവശ്യം കയറിയില്ല. വേറെ ഒന്നുമല്ല, നമ്മളത് ഓൾറെഡി നമ്മളൊന്ന് ചെക്ക് ചെയ്താണ് എങ്ങനെയാണെന്ന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് ഞാനങ്ങനെ കയറാനൊന്നും നിന്നൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി റൈഡ്സിലൊക്കെ കയറി. പിന്നെ ഒരു വാട്ടർ റൈഡിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയി പിന്നെ കുറേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം മനോജേട്ടൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുറേ ഫോട്ടോസാണ് കേട്ടോ എടുത്തത്. ആ ഫോട്ടോസ് ഇത് ഞാൻ മനോജേട്ടൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഒത്തിരി നേരം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം ഫോട്ടോ എടുത്താൽ കേട്ടോ. കുറേ മങ്കീനെയും ഡോഗീനെയൊക്കെ കണ്ടു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ റെയിൻ ഡാൻസ് ഒക്കെ കളിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ റെയിൻ ഡാൻസ്. വീഡിയോ എടുക്കാൻ വേണ്ടി മനോജേട്ടൻ കുറേ ഫോട്ടോ എടുത്ത് വെച്ചേക്കണം. ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യലുമല്ലോ. ആദ്യം ചോദിക്കണ്ടായി അമ്മയ്ക്ക് എന്താ വട്ടായോ എന്ന്. അതുപോലെയാണ് ഞാൻ കളിച്ചത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഞാൻ കറക്റ്റ് സമയത്ത് ഞങ്ങൾ കഴിക്കണ്ടായിരുന്നു. ഫുഡൊക്കെ കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് 6 സന്ധ്യ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇനിയും ഞാൻ പോകും കേട്ടോ.